When I say മേക്കപ്പിന്റെ പുറത്ത് മേക്കപ്പോ, പ്രിയപ്പെട്ടവരെ, ബ്യൂട്ടി സ്കാം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക ധൈര്യപൂർവ്വം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ തുടക്കത്തിലെ കണ്ട വീഡിയോയിൽ അപർണ തോമസ്, നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയാമായിരിക്കും, ഒരു VJ ആയിരുന്നു, വീഡിയോ ജോക്കി, കൂടാതെ ഒരു എയർ ഹോസ്റ്റസ് ഒക്കെയാണ്. അതിനുശേഷം നമ്മുടെ ജീവ എന്ന് പറയുന്ന ഇപ്പം എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ആങ്കർ, കൂടാതെ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ജീവയുടെ വൈഫാണ്. എന്താണ് ജീവയും അപർണയും കുറെ കാലമായിട്ട് ഒന്നിച്ച് വീഡിയോകളിലൊന്നും കാണാത്തത് എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അവർ ഇതുവരെയായിട്ടും അതിനുള്ള മറുപടി തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരൊറ്റ സംശയം, അപർണ ചേച്ചിയുടെ കയ്യിരിപ്പുകൊണ്ടാണോ VJ ഇപ്പം അടുപ്പിക്കാതെ, VJ നമ്മുടെ ജീവ ഇപ്പം അടുപ്പിക്കാത്തത്? അല്ല, ഒരു സംശയം. നാട്ടുകാരെ നല്ല ഒന്നാന്തരമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങളുടെ വീഡിയോകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. തുടക്കത്തിൽ ഞാൻ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, എന്തുവാ അത്? ഞാനത് ബാക്കി കാണിക്കാം. മേക്കപ്പ് ഇട്ടിട്ടില്ല എന്നൊന്നും അപർണ ചേച്ചി പറയരുത്. നല്ല ഒന്നാന്തരം മേക്കപ്പ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് വീണ്ടും അതിൻ്റെ മുഖത്തോടെ വന്ന് ക്രീം തേച്ചിട്ട് പ്രൊമോഷൻ നടത്തുന്നത്. അപർണ, ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ദ ഓൺലി പേഴ്സൺ ഹു ഗോട്ട് എഡ്യൂക്കേഷൻ ഇൻ കേരള. ഓക്കെ, അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് സംസാരിക്കാൻ നല്ല കഴിവുണ്ടായിരിക്കും, നല്ല കാര്യം, എന്ന് വെച്ചിട്ട് എല്ലാവരെയും മറ്റേ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. വന്നിട്ട് ചിലപ്പോൾ പറയുമായിരിക്കും, ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും, ഞാൻ മേക്കപ്പ് ഒന്നും തേച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഇത്തിരി ഗ്ലോ കിട്ടാനായിട്ട് എന്തോ ഒരു സാധനം ഇട്ടു, അതിൻ്റെ പുറത്ത് വാരി തേച്ചു. പ്രൊമോഷൻ നടത്തുമ്പോൾ സാധാരണ ഇവിടെ കാണുന്നത് ആരും ഒന്നും മുഖത്ത് അങ്ങനെ ഇടാറില്ല. അവർ വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ പുരട്ടി, ഇതാ സൂപ്പറായിട്ടുണ്ട്, ഒരാഴ്ച കൊണ്ട് തേക്കുക, വെളുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ഇത് സ്വന്തം സേഫ്റ്റി നോക്കിയിട്ട് ഓരോ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന അപർണ തോമസ്, അങ്ങനെ തന്നെ പറയണം അല്ലേ? എന്താണെങ്കിലും ഞാൻ തുടക്കത്തിൽ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊന്ന് കാണൂ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. തുടക്കത്തിലെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്തു ആയിക്കോട്ടെ, ഈ കാണിക്കുന്ന സാധനം ഒന്നും വാരി മോന്തയ്ക്ക് പൊത്തരുത്, ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഉള്ള ചൊറിയും എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കി കാണാം. When I say my makeup routine has evolved to be the best, I mean I have found smarter products that do multiple jobs at once. And this new L'Oréal Paris Glycolic Bright Luminizing Cream proved it right. It is technically skincare, but it works as a moisturizer plus strobe cream plus highlighter all in one, giving that instant glow and making the skin look fresher and more even. The cream is super lightweight and sets a smooth, silky base without making the skin feel oily. Look at the natural base and glow it gives. It is so perfect that I don't even feel the need to apply additional layers of makeup on top. This alone gives enough glow and a healthy looking finish. Honestly, L'Oréal Paris has been killing it with their formulations, and this new launch is just the best. Me being me, I have worn this through the day to test it, and it sits so well. Now, why do I keep reaching for it? Because it is simple, effective, and gives the best results. Try it out. Gives the best result. ആർക്ക്? നിങ്ങൾക്ക് തന്നോ? അല്ല, എനിക്കൊരു സംശയം. ഞാൻ പലപ്പോഴും ഇതുപോലുള്ള എന്താണ് ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ വീഡിയോകൾ റിയാക്ട് ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇവർ ഇന്നൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നു, ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് കൊണ്ടുവരും. ഈ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ല? അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് എന്ത് ഉപയോഗമായിരിക്കും? ഇത്രയൊക്കെ ഒരു ദിവസം ഇത്രയും മേക്കപ്പ് ഒക്കെ തന്നെ, ഇത്രയും ക്രീമുകളൊക്കെ വാരി തേക്കാനുള്ള സമയം കിട്ടുമോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ? ഗുഡ് റിസൾട്ടൊക്കെ തരുമെന്നാണ് പറയുന്നത്. ഗുഡ് റിസൾട്ട്. ആർക്ക് ഗുഡ് റിസൾട്ട് തരും? നിങ്ങൾക്ക് അല്ലേ അപർണ? നിങ്ങൾ ഈ സാധനമൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ കിട്ടുന്ന കാശ്, അതാണ് നിങ്ങളുടെ റിസൾട്ട്. നിങ്ങളുടെ ഈ വീഡിയോയിൽ പോലും നിങ്ങൾ മേക്കപ്പ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വേറെ എന്തൊക്കെയോ വാരി തേച്ച് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഇനി അതും വിടൂ, വേറൊരു വീഡിയോ ഇത് നിങ്ങളൊന്നും കണ്ടോണേ. Trying to repair your skin without fixing your skin barrier, it's just not going to happen. But you know what? I don't believe in quitting. Our skin is resilient, okay? We just need to treat it right. And this is something I found very recently, the new Pond's Biome Gel. It works on your skin barrier by balancing your skin's microbiome, basically the first line of skin's defense. This has Serrahymino, so skin feels hydrated of skin's defense. This has Serrahymino, so skin feels hydrated all day long and more plump and radiant. And it's super lightweight. So day long and more Serrahymino, so skin feels hydrated all day long and more plump and radiant. And it's super. അപർണയുടെ ഫേസ് ശ്രദ്ധിച്ചോ? ഈ വീഡിയോയിലും ഓൾറെഡി മേക്കപ്പ് ഉണ്ട്,
അതിൻ്റെ പുറത്താണ് ഇവർ ഈ സാധനം ഇട്ട് നമ്മളെ കാണിക്കുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് തന്നെ അറിയാം എന്തെങ്കിലും പണി കിട്ടിയാലോ, അതുകൊണ്ട് അത് കിട്ടാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെ അവരുടെ മുഖത്ത് എന്തൊക്കെയോ വാരി തേച്ചിട്ടാണ് അവരിത് ചെയ്യുന്നത്. എനിക്ക് അവരുടെ ഫേസ് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്കോ? താഴെ പറയണം. അപർണ, നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റ് ആണോ? ആണോ? അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം എടുത്തതാ ഇത് ഇങ്ങനെയൊക്കെ കൊള്ളാം ഇങ്ങനെയൊക്കെ കൊള്ളാം, നിങ്ങൾ മേടിക്കുമോ മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പോലും ചിലപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം സ്ഥിരം ഉപയോഗിക്കുന്നില്ലായിരിക്കും. നിങ്ങളെ കണ്ടിട്ട് ആളുകൾ ഇത് മേടിച്ച് അവരുപയോഗിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റിയ എന്തിനാലേ അതൊക്കെ നോക്കുന്നത്? അതിൻ്റെയൊക്കെ ആവശ്യം എന്താ? എനിക്ക് കാശ് കിട്ടിയാൽ മതിയല്ലോ, എനിക്ക് തായ്ലൻഡ് ബാലിയൊക്കെ കറങ്ങി നടന്നാൽ മതിയല്ലോ. കഷ്ടം വന്നിരുന്ന് വലിയ വലിയ വീരവാദങ്ങൾ ഇടയ്ക്ക് അടിക്കാറുണ്ടല്ലോ. ഇതെന്തു ഈ കാണിച്ചു കൂട്ടുന്നത്? മേക്കപ്പിൻ്റെ പുറത്ത് മേക്കപ്പ്. ഞാൻ കൂടുതലായിട്ട് എന്താണെന്നറിയോ, ഈ സ്കിൻ കെയർ പരിപാടികളുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അധികം സംസാരിക്കാൻ അറിയില്ല. ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊക്കെ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. ഇതെന്താ ബ്ലഷ് അങ്ങനെ ഇങ്ങനെ, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒരൊറ്റ കാര്യം മാത്രം അറിയാം, ഈ കാണിക്കുന്ന ഈ പ്രൊമോഷൻസ് ഇത് അട്ടർ ഫേക്കാണ്. ഇതൊന്നും കണ്ട് നിങ്ങളാരും പോയി ഇതൊന്നും മേടിച്ച് മുഖത്ത് തേക്കാതിരിക്കുക. വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയൊക്കെ, ഇച്ചിരി പ്രായമുള്ളവരാ, അവരൊക്കെ നമ്മുടെ തൈരും ഇച്ചിരി ഈ ചെറിയ പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ഗ്ലോ കിട്ടാൻ മുഖത്തൊക്കെ ഇടുന്നത്. അങ്ങനെയുള്ള വീട്ടിലെ തന്നെ ചെറിയ ചെറിയ റെമഡീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യണം നമ്മുടെ മുഖത്തിനും മുടിക്കുമൊക്കെ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ അങ്ങ് ചെയ്യുക. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് ഈ വരുന്ന ഈ പ്രൊഡക്റ്റുകൾ നാളെ അതൊക്കെ നമ്മളെ ഇല്ലാതെയാക്കും. എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ കൂടുതലായിട്ടിരുന്ന് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല ഈ ഒരു വിഷയത്തിൽ. വേറൊരാളുടെ വീഡിയോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടു, ഒരു വ്യക്തി ഇതിനെപ്പറ്റി കുറച്ച് ആധികാരികമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അത് കേൾപ്പിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അവൾ അത്യാവശ്യം ഈ വ്യക്തി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ഈ മേക്കപ്പിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട്. എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, വീണ്ടും പറയുന്നു, ആരും മേടിച്ചതൊന്നും കണ്ടിട്ടെടുത്ത് തേക്കാതിരിക്കുക. അത് ഇവരുടെ ആണെങ്കിലും ശരി, മറ്റെന്താ ക്ലാമി കെങ്കയുടെ ആണെങ്കിലും ശരി. എന്താണ് ക്ലാമി കെങ്കയൊക്കെ ഇപ്പം ഇങ്ങനെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന പോലെ തോന്നുന്നത്? എൻ്റെ പൊന്നുമോളെ ഇത്തിരി ഒതുങ്ങ്. ഈ വീഡിയോ കാണുന്ന ആളുകളില്ലെങ്കിൽ നീയൊന്നും ഇല്ല, നീയും ഇല്ല, ഞാനും ഇല്ല, ആരും ഇല്ല. അത് മനസ്സിലാക്കുക. യൂട്യൂബിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ദ്രോഹങ്ങൾ വീഡിയോ കാണുന്നവരോട് ചെയ്യാതിരിക്കുക. ഓരോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിച്ച് മോന്തയ്ക്ക് തേച്ച് അവർ പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് ആശുപത്രി കയറി ഇറങ്ങി നടന്ന് എന്തിനാ വെറുതെ? ഇനി എന്താ ഈ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത് കേൾക്കാം. എനിക്ക് അതും കൂടെ ഉള്ളൂ നിങ്ങളെ കേൾപ്പിക്കാനായിട്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം നമുക്കിതാ ആ വീഡിയോയിലേക്ക് ഇനി പോവാം. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ആ വീഡിയോയിൽ എന്താ നിങ്ങൾ കണ്ടത്? അപർണ തോമസ് പ്രൊമോഷന് വേണ്ടി എടുത്തിരിക്കുന്ന ആ ഒരു ക്രീം കൈയിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അവരുടെ കയ്യിൽ മറ്റൊന്നുമില്ല, കൈയിലേക്ക് തന്നെ അപ്ലൈ ചെയ്യുന്നു. അവരുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ വീഡിയോയിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അപർണ തോമസ് ഫുൾ മേക്കപ്പ് ആ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ മുഖത്ത് ഒരു പ്രൊട്ടക്ഷൻ കോട്ടിംഗ് പോലെ മേക്കപ്പ് കംപ്ലീറ്റ്ലി ഇങ്ങനെ തേച്ച് വെച്ചിട്ടാണ് ആ ക്രീം, അതായത് ഈ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ വാട്ടെവർ, അത് അവരവരുടെ മുഖത്തേക്ക് തേച്ച് കാണിക്കുന്നത്. അതിലെന്ത് ആത്മാർത്ഥതയാണുള്ളത്? എന്ത് സത്യസന്ധതയാണുള്ളത്? ഇതിപ്പം ഏതെങ്കിലും ഒരു ഡ്രസ്സോ ഇപ്പൊ മറ്റേതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സിന്റെ മുകളിലേക്ക് ഏതെങ്കിലും ഒരു ഗൗണൊക്കെ എടുത്തിട്ടിട്ട് ആ ഗൗണിന്റെ പ്രൊമോഷനാണ് കൊടുക്കുന്നെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഒരു ക്രീം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ നല്ല വശങ്ങൾ മാത്രമാണ് അപർണ തോമസ് പറയുന്നത്. അപ്പൊ അതിനർത്ഥം ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് ബ്രാൻഡ് ചെയ്യുകയാണ്. ആ ക്രീമിനെ, ആ പ്രോഡക്റ്റിനെ ബ്രാൻഡ് ചെയ്യുകയാണ്. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് ഇൻഡയറക്ട്ലി പുഷ് ചെയ്യുകയാണ്. എന്നിട്ട് പുള്ളിക്കാരത്തി സ്വന്തം മുഖത്ത് തേക്കുന്നത് പോലെ കാണിക്കുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കും. പക്ഷേ പുള്ളിക്കാരത്തിയുടെ റോ ആയിട്ടുള്ള സ്കിന്നിലേക്കാണോ അപ്ലൈ ചെയ്തത്? ഒരിക്കലുമല്ല. പുള്ളിക്കാരത്തിയുടെ സ്കിന്നിലേക്ക് ഈ കാണുന്ന പ്രൊമോഷൻ കൊടുക്കുന്ന ഒരൊറ്റ ക്രീമുകളും ഡയറക്ട്ലി അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഈ ഒരു വീഡിയോയിൽ അവരുടെ മുഖത്ത് പ്രൈമർ ഉൾപ്പെടെ സകല മേക്കപ്പ് പ്രോഡക്ട്സും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി അവരുടെ ഹൈലൈറ്റർ പോലും അവരുടെ മൂക്കിന്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആൻഡ് തിൻ ലെയർ ഓഫ് ഐഷാഡോ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ആ വീഡിയോയിൽ അപർണ തോമസ് മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തോന്നാൻ കാര്യം, അപർണ തോമസ് ലിപ്സ്റ്റിക് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, വെറുതെ ഒരു ലിപ് ടിന്റ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, ലിപ്സ്റ്റിക് യൂസ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇവൾക്ക് തെറ്റിദ്ധരിച്ച് പറയാമോ എന്ന്. കുറച്ചുകൂടെ വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഒരു മേക്കപ്പും ചെയ്യാതെ ചുമ്മാതെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ
മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്നേ ആളുകൾക്ക് തോന്നത്തുള്ളൂ. നേരെ മറിച്ച് ഫുള്ളി മേക്കപ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക് അടിക്കാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ വേറെ എന്തോ പോലെ ഇരിക്കും. ഇതെന്തോ ഈ കോലത്തിൽ വന്നിരിക്കുന്ന മേക്കപ്പ് ഇട്ടതായിട്ട് തോന്നത്തതേ ഇല്ല. ഈ മുഖ ഭംഗി ഒന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിൽ ലിപ്സ്റ്റിക്കിന്, അതായത് മേക്കപ്പിന് അതൊന്ന് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതിൽ ലിപ്സ്റ്റിക്കിനുള്ള സ്ഥാനം ചെറുതൊന്നുമല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഫുള്ളി നിങ്ങൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക് ഇടാതെ പോയാൽ നിങ്ങൾ ആ മേക്കപ്പ് നിങ്ങൾക്ക് ഒട്ടും ചേരാത്തതുപോലെ ഇരിക്കും. നിങ്ങൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവാത്ത പോലും ഇത് എന്തുപോലും ചോദിക്കും. നേരെ മറിച്ച് മേക്കപ്പ് ഒന്നും ഇടാതെ നിങ്ങൾ നല്ല ബ്രൈറ്റ് ടോണിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡിലുള്ള ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് എന്തൊരു പൊട്ടി അടിച്ചിട്ടാ വന്നേക്കുന്നേ എന്ന് ആളുകൾ വിചാരിക്കും. ആ സെയിം ടെക്നിക്കാണ് അപർണ തോമസ് തന്റെ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. മുഖം മുഴുവൻ പുട്ടിയടിച്ച്, അതായത് കംപ്ലീറ്റ്ലി മേക്കപ്പ് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ലിപ്പിൽ ഒരു ടിന്റ് മാത്രം, ലിപ്സ്റ്റിക് ഇല്ല. ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാകുമായിരുന്നു. അത് വിദഗ്ധമായിട്ട്, അതായത് ബ്യൂട്ടി വ്ളോഗർ ആണ്, മേക്കപ്പ് പ്രോഡക്ട്സ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അത് എങ്ങനെ എപ്പോഴൊക്കെ യൂസ് ചെയ്യണമെന്നും വ്യക്തമായിട്ട് അറിവുള്ള ആളാണ് അപർണ തോമസ്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഈ ഒരു ക്രീം, താൻ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ക്രീം ആരെങ്കിലുമൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എനിക്കൊന്നുമില്ല. എനിക്ക് ഇതിനുള്ള പേയ്മെന്റ് ഓൾറെഡി എന്റെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രീം ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അപർണയുടെ ചിന്തകൾ ഒന്നും വരണ്ട, അവരുടെ കാര്യമല്ലത്. പക്ഷെ അപർണയുടെ സ്കിന്നില് അതൊട്ടും സ്യൂട്ട് ആവില്ല എന്ന് അപർണയ്ക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് മേക്കപ്പ് കംപ്ലീറ്റ്ലി, പ്രൈമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവറേജ് ആണ്, ഒരു കോട്ടിംഗ് ആണ്. അതിന്റെ മുകളിലാണ് ഈ ഫൗണ്ടേഷൻ മറ്റു കാര്യങ്ങളൊക്കെ ഇടുന്നത്. അതിന് മുകളിൽ അവരുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും ലെയർ ഓഫ് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രമോഷൻ നടത്തുന്ന ഈ ഒരു ക്രീം എടുത്ത് സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ഫുൾ പുട്ടിയടിച്ച മുഖത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് തേച്ച് കാണിക്കുന്നത് എത്രമാത്രം ഫേക്ക് ആയിട്ടുള്ള, ഇതൊക്കെ ഒരു സ്കാമാണ്. ഇതിനെതിരെ നമ്മൾ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ട് കുറച്ച് ആളുകളെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. കാരണം സ്ത്രീകളെ സംബന്ധിച്ച്, പുരുഷന്മാർക്കാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫേഷ്യൽ സ്കിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രോഡക്ട്സ് വാങ്ങിച്ച് നിങ്ങളുടെ സ്കിന്നിന്റെ, അതായത് ഒരു ലെയർ അത് ബേൺ ആക്കി കളഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ രീതിയിലേക്ക് എത്തുക എന്നത് ഭയങ്കര, നിങ്ങൾക്ക് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് പഴയ രീതിയിലേക്ക് എത്തിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 80-70% വീഡിയോകളും പുള്ളിക്കാരത്തി ഒരു നോ മേക്കപ്പ് ലുക്കിലുള്ള മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടാണ് പല പ്രോഡക്ട്സും പുള്ളിക്കാരത്തിന്റെ മുഖത്തിരുന്നത്. കാരണം പുള്ളിക്കാരത്തേക്ക് അറിയാം പുള്ളിക്കാരത്തിന്റെ സ്കിന്നിൽ ഇത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത്. കാര്യം എന്തെന്നറിയാമോ, അപർണ ഒരുപാട്, അതായത് അവരുടെ സ്കിന്നിനെ അത്രയും സംരക്ഷിച്ച് വെൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. പുള്ളിക്കാരത്തി ഒരു സെലിബ്രിറ്റിയാണ്, ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അവർക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഗ്ലൂട്ടാത്തയോൺ, കൊളാജിൻ, കൂടാതെ ഫില്ലേഴ്സ് നല്ല രീതിയിൽ അവരുടെ ലിപ്പിലും അവരുടെ ഈ ചീക്ക് ഏരിയയിലും അവരുടെ ഐ ബാഗിലൊക്കെ നല്ല രീതിയിൽ ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കൊളാജനും ഈ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ് ഒക്കെ വർഷങ്ങളായി എടുത്തത് കൊണ്ട് തന്നെ അപർണയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലോ, അപർണ പറയുന്നത് പോലെ അവർ കാണിച്ചു തരുന്ന പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിച്ചാൽ ഒരിക്കലും അപർണയുടെ മുഖത്തുള്ള ആ ഒരു കളറും ആ ഒരു ഗ്ലോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നക്ഷത്രം നാണിച്ച് തല കുനിച്ച് നിൽക്കും അപർണയുടെ മുഖത്ത് ഗ്ലോ. അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, അവരുടെ തീരുമാനമാണ്. അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുപോലുള്ള പ്രോഡക്ട്സ് കാണിച്ചിട്ട് ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എന്റെ സ്കിൻ ഇതിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, അവരുടെ സ്കിന്നിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നതിന് തൊട്ടതായ ഒരു 12 ലെയർ ഓഫ് മേക്കപ്പ് എങ്കിലും അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്കിന്നിനെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് ഇത് കാണുന്നത് എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെയുള്ള ബ്യൂട്ടി വ്ളോഗേഴ്സ് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ആദ്യം കാണുന്ന നെയിൽ ആർട്ട്, നല്ല ഭംഗിയായിട്ട് നെയിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതല്ലെങ്കിൽ ഇതൊരു തിളക്കമല്ല, അതിനപ്പുറത്തേക്ക് നോക്കി കാണാൻ പറ്റാത്തത് ഇവരോടുള്ള അന്ധമായിട്ടുള്ള നിങ്ങളുടെ ആരാധന കൊണ്ടാണ്. അത് മുഖേന നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ പൈസ, ധന നഷ്ടം, നിങ്ങളുടെ സ്കിൻ ഡാമേജ് ആയി പോകുന്നത് മൂലം നിങ്ങൾ അനുഭവിക്കുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഉള്ള നഷ്ടം, ഇതൊന്നും അതിന്റെ ഉത്തരവാദിത്വം അവരെടുക്കില്ല. നിങ്ങൾ മാത്രമായിരിക്കണം അതിന്റെ ഉത്തരവാദിത്വം എടുക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം,
ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ അവരുടെ നഖവും മുടിയും അവരുടെ ഡ്രസ്സും നോക്കാതെ അവരാ ചെയ്യുന്ന പ്രവൃത്തി കൃത്യതയോടെയാണോ ചെയ്തത്, അതിലെന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് വ്യക്തമായി നോക്കിയിട്ട് നിങ്ങൾ ആ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ ഒരു റീൽ വന്നു അത് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ 8 മാസമായിട്ട് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കാര്യം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഐഷാഡോ വരെ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് അപർണ തോമസ് ഈ ഇതുപോലുള്ള പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ചില സമയത്ത് നമുക്ക് തന്നെ ഒരു നാണക്കേട് തോന്നും. ഇത്രയും ആത്മാർത്ഥതയില്ലാതെ ഇവരെന്തിന് ഇവരുടെ ജോലി ചെയ്യുന്നു? ആ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കിട്ടുന്നത് ചിലപ്പോ 10,000-ങ്ങളായിരിക്കും, ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കും. അപർണയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയ വലിയ ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് പുള്ളിക്കാരത്തി പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ക്ലോത്ത്സ് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ്, കോസ്മെറ്റിക്സ്, എന്താണെങ്കിലും വലിയ ബ്രാൻഡ്സിന്റെ പ്രൊമോഷനാണ് പുള്ളിക്കാരത്തി ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊരു 10% നീതി പുലർത്തേണ്ടത് അപർണയ്ക്ക് അത്യാവശ്യമാണ്. ഗ്ലൂട്ടാത്തയോൺ, കൊളാജൻ ഇതുപോലുള്ള ട്രീറ്റ്മെന്റുകളുടെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അപർണ പറയുന്ന രീതിയിലുള്ള ഫുഡ് കഴിച്ചാലോ, അപർണ പറയുന്ന ക്രമത്തിൽ നിങ്ങൾ വെള്ളം കുടിച്ചാലോ, അപർണ പറയുന്ന രീതിയിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രീംസ് ആയിക്കോട്ടെ നിങ്ങൾ യൂസ് ചെയ്താലോ ഒരിക്കലും അപർണയെ പോലെ ആകാൻ പറ്റത്തില്ല. അപർണയുടെ ആ പളവള തിളങ്ങുന്ന സ്കിൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അപർണ പോകുന്ന കോസ്മെറ്റിക് ക്ലിനിക്കിൽ പോവുക, അപർണ ചെയ്യുന്ന എല്ലാ ട്രീറ്റ്മെന്റുകളും നിങ്ങൾ എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ അപർണ കാണിക്കുന്ന ഈ പ്രൊമോഷൻ, ഈ ബ്രാൻഡിന്റെ ക്രീമുകൾ നിങ്ങൾക്ക് സ്യൂട്ട് ആകുമോ എന്ന് നിങ്ങൾ 100 തവണ ചിന്തിക്കണം. അപർണ 1000 തവണ ചിന്തിച്ച് പുള്ളിക്കാരത്തിന്റെ സ്കിന്നിന് പ്രശ്നം, എന്റെ സ്കിന്നെ നശിപ്പിക്കാൻ ഞാൻ നിൽക്കില്ല എന്നുള്ള പേരിൽ അത്രയും ലെവൽ ഓഫ് മേക്കപ്പ് പുള്ളിക്കാരത്തെ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്.